തട്ടട്ടെ തൊട്. ഞാൻ പോണേ, വണ്ടിക്ക് വന്നേരം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ട്രാവൽ ഡെസ്റ്റിനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് വട്ടവടയിലെ ഡ്രീം വാലി റിസോർട്ടാണ്. ഡ്രീം വാലി റിസോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി കുറേ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു റിസോർട്ടാണിത്. അതായത് ഞാൻ ടൂറിസം രംഗത്തിലേക്ക് ഫസ്റ്റ് കിടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത് ഇവിടെയാണ്, ഡ്രീം വാലി റിസോർട്ടിൽ. അത് 2018 ഞാനിവിടെ ഈ ഡ്രീം വാലി റിസോർട്ടിൻ്റെ ഫസ്റ്റ് മാനേജറായിട്ടാണ് ഇവിടെ കയറുന്നത്. ഞാനൊരു 6-7 മാസത്തോളം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്ര ഇത് വലുതായിട്ടില്ല, ഈ ടെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ അന്ന് 18 റൂമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 23 റൂം എക്സ്ട്രാ, ടോട്ടൽ 23 റൂമുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ ഡ്രീം വാലി റിസോർട്ടിൻ്റെ വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആ കാണുന്നതാണ് വട്ടവടയിലേക്ക് പോകുന്ന വഴി. ഇതാണ് കോവിലൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ ബസ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ഇറങ്ങുക. ജീപ്പിനൊക്കെ മൂന്നാറിന്ന് ജീപ്പൊക്കെ എടുത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുക. ഇവിടം വരെ ആയിരിക്കും ഉണ്ടായത്. മലയൊക്കെ കണ്ടോ, അങ്ങ് അതിൻ്റെ മേലെയൊക്കെ കൊടൈക്കനാലിൻ്റെ ഭാഗം ഉണ്ടോ, ആ ഭാഗത്തേക്ക് അതിൻ്റെ ബോർഡറാണ് ആ ഭാഗം. ഇതാണ് കോവിലൂർ ടൗൺ കേട്ടോ. വട്ടവട ടൗണ് ഇതിനെ അപേക്ഷിച്ചിട്ട് ചെറിയ ടൗണാണ് കണ്ടോ. അപ്പോൾ ഇവിടെയാണ് ബസ്സൊക്കെ വന്ന് ഹോൾട്ട് ചെയ്യുന്നത്. ഇത് എന്താണ് അരിഷ്ടനല്ലേക്ക് അരിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്നത് വുഡൻ കാറ്റഗറിയാണ്. ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയാണ് വുഡൻ റൂംസ്. നമ്മുടെ വുഡൻ ഹെറിറ്റേജ് ഇതിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കിങ് സൈസ് റൂം, ടേബിള്, മിനറൽ വാട്ടറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കെറ്റിലും വെച്ചിട്ടുണ്ട്, ടീ കോഫി മേക്കർ, ഗ്ലാസ്. ഇവിടെ ഒരു വലിയൊരു ഡ്രോയും ഉണ്ട്. നമുക്ക് തുണിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിടാം. ഇവിടെ ഒരു ഡ്രോ ഉണ്ട് വിത്ത് ലോക്കർ. ഒരു ഫാൻ വെച്ചിട്ടുണ്ട്, TV ഉണ്ട്, പിന്നെ വലിയൊരു മിററുണ്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം വരുന്നത്. വാഷ്റൂം വരുമ്പോൾ ടോയ്ലറ്റ് കിറ്റ്സ്, സോപ്പ്, പിന്നെ ഷാമ്പൂവും കണ്ടീഷണറൊക്കെയാണ് വെച്ചിരുന്നത്. ഇവിടെ ഒരു മിറർ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയ മിററുണ്ട്. പിന്നെ ഷവർ ഏരിയ ഇതാണ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വ്യൂ ഉണ്ട്. അത് തുറന്നിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിലിരിക്കാം. അത് ചെയ്യാറില്ല, പക്ഷെ ഇതാണ്ടോ നമുക്ക് ഒരു വ്യൂ ഒക്കെ കണ്ട് കാര്യം സാധിക്കാം. ഇതാണ് ബാൽക്കണി വരുന്നത്. വലിയ ബാൽക്കണിയാണ് കേട്ടോ. ഇവിടുത്തെ ഈ വുഡൻ റൂമിൻ്റെ ഈ ഫസ്റ്റ് റൂമിനാണ് ഇത്രയും വലിയ ബാൽക്കണി ഉള്ളത്. മറ്റേത് രണ്ടും ചെറിയ ബാൽക്കണിയാണ് വരുന്നത്. കണ്ടോ, ഇവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ചെയറും ഒരു ടീപ്പോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഇതാ കാണുന്ന അവിടെ ഭാഗത്ത് തന്നെ വട്ടവട വരുന്നത്. വട്ടവടയും കോവിലൂരും വരുന്നത് ആ ഭാഗത്താണ്.
ഇവിടെ താഴെ കാണുന്നത് നമ്മുടെ മിലിറ്ററി ടെൻറ്റുകളാണ്. കാണുന്നതാണ് റിസപ്ഷൻ. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ 65 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതാ കണ്ടോ. ശരി. ഇപ്പോൾ സമയം വൈകിട്ട് 5:45. ഇതാ കോട ഇറങ്ങിയിരിക്കുന്നുണ്ടോ. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ ആ ഭാഗത്തൊന്നും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ ലക്ഷറി ടെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലത്തെ ഒരു 5 ടെൻ്റ് ഉണ്ട്. ഇതാ കാണുന്നതാണ് ക്യാമ്പ് ഫയർ ഏരിയ. അവിടെ 7:30 to 8:30 ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക് ആയിരിക്കും. അപ്പോൾ ക്യാമ്പ് ഫയർ ചെയ്യേണ്ടവർക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് വുഡൻ കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലാണ്. വുഡൻ ഹെറിറ്റേജ് അല്ലെങ്കിൽ വുഡൻ കോട്ടേജ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. അവിടെ അങ്ങനെ 3 റൂമാണുള്ളത്. വുഡൻ കാറ്റഗറിയിൽ 3 റൂമുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ബാൽക്കണിയുള്ള റൂമാണ് ഈ കാണുന്നത്. അല്ലാത്തത് ബാൽക്കണിയൊക്കെ ഏകദേശം ഈ പോർഷനൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയും പോർഷൻ ഉണ്ടാവുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യൂവും കാണാം, ഇവിടെ നിന്നുള്ള വ്യൂവും കാണാം, ഇങ്ങോട്ടേക്കുള്ള വ്യൂവും കാണാം. ഏകദേശം ഒരു 180 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ചെയറും ടീപ്പോയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൂൾ ടൈമിംഗ് വരുന്നത് മോർണിംഗ് 7 AM to ഈവനിങ് 7 PM വരെയാണ്. സോ നമുക്ക് ഒന്ന് പൂളിലും കൂടെ ഇറങ്ങി നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പൂളിലിറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് കോമൺ പൂളാണ് വരുന്നത്. ഈ കാണുന്നതാണ് കിഡ്സ് പൂള്. ഇതൊരു 4 feet ഉള്ള പൂളാണ് കേട്ടോ. ആരും വരില്ല. നീ ധൈര്യമായിട്ട് വിളിച്ചോ. എന്നാ ചേട്ടനും ചാട് ചാട്. 41, 42, 43, 40. കന്നഡ ഓരിയില്ലേ? ഒരു രക്ഷയില്ല. മരവിച്ചിരിക്കുക. ഐസ് വെള്ളം ഇറക്കുന്നുണ്ടാ. ഞാൻ പോണേ, വണ്ടിക്ക് വന്നേരം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫുള്ള് കോടയുണ്ട. അവിടെ പോളിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. ഇതാ കണ്ട. ഞാൻ അഭിനയിക്കുന്നല്ല. വലിയ പൂളാണ് കേട്ടോ. നല്ല വലിയ പൂളാണിത്. കിച്ചനായിട്ടുള്ള പൂളിതാ ആ ഭാഗത്ത് അവിടെയുണ്ട്. അത് കണ്ടൊരു 2 feet അത്രേ വരുന്നുള്ളൂ. ഇത് 4 feet വരുന്നുണ്ട് കേട്ടോ. കിഡ്സ് പൂൾ വരുന്നത് 2 feet. പൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് മാത്രം പൂളിലേക്ക് ഇറങ്ങുക. കിഡ്സിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവർക്ക് ഒന്ന് കെയർ ചെയ്ത് ഇറങ്ങുകയും ചെയ്യാം. പൂൾ റൂൾസൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ഇറങ്ങാം കേട്ടോ. പൂളിൽ കയറിയിട്ട് പൂളിൽ ഇറങ്ങിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡൈവ് ചെയ്തെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് നമ്മൾ വന്ന് പൂളിൽ ഇറങ്ങുകയും ചെയ്യരുത്. പിന്നെ പൂളിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ
അവിടെ വാഷ് ഏരിയാസ് ഉണ്ട്. വാഷ്റൂംസിൽ പോയിട്ട് ഷവർ എടുത്തിട്ട് റൂമിലേക്ക് പോകാവുള്ളൂ. സോ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് പോകാണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ സേഫ്റ്റിക്കും ബാക്കി വരുന്നവരുടെ സേഫ്റ്റിക്കും ഒക്കെ ഗുണമാവും. ഓക്കെ. അപ്പോൾ 7:30 നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോമൺ ക്യാമ്പ് ഫയറാണ്. ദാ കാണുന്ന ആ ഭാഗത്താണ് ക്യാമ്പ് ഫയർ വരുന്നുണ്ടോ? ദാ കാണുന്ന ഭാഗത്ത് അവിടെ അവർ വിറകൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 7:30 മുതൽ 8:30 വരെയാണ് ക്യാമ്പ് ഫയർ ഉള്ളത്. കറക്റ്റ് 7:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്ക് ഇനി അങ്ങോട്ട് ചെല്ലാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും പിന്നെ ഫുൾക്കയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. കൂടെ മലബാറി ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റൂം സർവീസ് ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ സ്റ്റാഫ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഫുഡ് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബാൽക്കണി ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. സോ ഡിന്നർ കഴിച്ചിട്ട് തരാം. അപ്പോൾ നമ്മൾ പൊറോട്ടയും മലബാറി ചിക്കൻ കറിയാണ് പറഞ്ഞേക്കുന്നത്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്നുള്ളത് വട്ടവടിയിലെ ഡ്രീം വാലി റിസോർട്ടിലാണ്. നമ്മൾ ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കുറേ കണ്ടു. ഇനിയും കുറേ കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. സോ ഇന്ന് നമ്മൾ കൂടുതലും എടുക്കുന്നത് വട്ടവടയുടെ ചില പരിസരങ്ങളും പിന്നെ ഡ്രീം വാലി റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ 7:30 ഇന്നലെ പോലെ തന്നെ 13 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ഈ സമയത്ത് ഇപ്പോൾ ഉള്ളത്. മഞ്ഞ് ഇങ്ങനെ പുതച്ച് നിൽപ്പുണ്ട് അവിടെ. നല്ല രസമാണ് കേട്ടോ വട്ടവടയുടെ. ഇതാ കാണുന്ന ഭാഗമാണ് ശരിക്കും വട്ടവട. ഈ സ്ഥലത്തിൻ്റെ പേര് കൊട്ടാക്കമ്പൂർ എന്നാണ്. വട്ടവടയും അപ്പുറം കോവിലൂരെന്നും പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. കോവിലൂരാണ് മെയിൻ ടൗൺ. വട്ടവടയായിരുന്നു ആദ്യത്തെ ടൗൺ. അതുകൊണ്ടാണ് നമ്മൾ വട്ടവട എന്ന് എല്ലാവരും പറയുന്നത്. കോവിലൂരെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ഭാഗമൊക്കെ കണ്ടോ? അത് എനിക്ക് തോന്നുന്നു മറയൂർ, ഇതിൻ്റെ അപ്പുറം മറയൂർ എങ്ങാണ്ടാണ് കേട്ടോ. അവിടെ കുറേ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഫ്രെയിമുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ആ കാണുന്ന ഭാഗമാണ് വട്ടവട. അങ്ങ് ദൂരെ കാണുന്ന കുറച്ച് വീടുകളിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ആ ഭാഗമാണ് വട്ടവട. ശരിക്കും യഥാർത്ഥ വട്ടവട അവിടെയാണ്. ഈ സ്ഥലം കൊട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മോർണിംഗ് വാക്കിന് പോയിട്ട് വരാം. ഓക്കെ. ഇത് ഡ്രീം വാലിയുടെ ഒരു ബാൽക്കണി ഏരിയയാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഒരു ബാൽക്കണി ഏരിയ എന്ന് പറയാം. ഒരു ടീയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കഫേ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിസപ്ഷനോട് ചേർന്ന് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടവടെ ഒരു 360 ഡിഗ്രി വ്യൂ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം. ആ ഭാഗമൊക്കെ കണ്ടോ? ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഇതാ അണ്ടർസ്റ്റാൻഡ്, ഇതാ കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് കോവിലൂർ ടൗൺ. അതാണ് വലിയ ടൗണ്. ഇത് അപ്പുറം കാണുന്നുണ്ടോ ചെറിയൊരു വീടൊക്കെ ആയിട്ട്? അതാണ് വട്ടവട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആദ്യത്തെ ടൗണായിരുന്നു ഈ വട്ടവട. അന്ന് കോവിലൂർ അത്ര പ്രശസ്തമല്ല. പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസൊക്കെ വരുന്നത് വട്ടവടയിലാണ്. അതുകൊണ്ട് എല്ലാവരും വട്ടവട എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ടൗണ് അല്ലെങ്കിൽ നമ്മൾ ബസ് ഇറങ്ങുന്നതൊക്കെ ഈ കോവിലൂർ ടൗണിൽ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും, വട്ടവട പോയിട്ട് ഇറങ്ങണം എന്ന് പറയും. പക്ഷേ ശരിക്കും വരേണ്ടത് ഈ കോവിലൂരാണ്. കോവിലൂർ വരെയാണ് നമുക്ക് ബസ്സും ജീപ്പും ഒക്കെ ഉള്ളത്. ചില ജീപ്പ് മാത്രം വട്ടവടയ്ക്ക് പോവുകയും ചെയ്യും. ഇതാ ഈ കാണുന്ന ഈ മല കണ്ടോ? ഈ മലയുടെ അപ്പുറമാണ് മറയൂർ. ഇത് മറയൂരാണ്. ഇതിൻ്റെ അപ്പുറം മറയൂരാണ്. ഇതാ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന മലയുടെ അപ്പുറമാണ് കൊടൈക്കനാലും വരുന്നത്. കൊടൈക്കനാലിൽ നിന്ന്
ജസ്റ്റ് ഒരു 45 കിലോമീറ്റർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ആ ക്ലൈമറ്റ് തന്നെ നമുക്കിവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിന്ന് നടക്കാൻ പോയിട്ട് വരാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വട്ടവടയിലെ അധികം കാണാവുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ കുട്ടി കുട്ടി അമ്പലങ്ങൾ. എപ്പോഴും ഇങ്ങനെ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും വൈകിട്ടിങ്ങനെ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് താഴ്വാരത്തിൻ്റെ അവിടെയൊക്കെ കൃഷി ചെയ്തേക്കുന്നുണ്ടോ. അവിടെയൊക്കെ പണ്ട് ചോളം നമ്മൾ കൃഷി ചെയ്യായിരുന്നു പറഞ്ഞു. ഇവിടെ ഉള്ളവർ ചോളം കൃഷി ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ടെമ്പറേച്ചർ മൈനസിലേക്കൊക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിനോട് അടുത്ത് വരുമ്പോഴൊക്കെയാണ് ചോളം ഉണ്ടാകുന്നത്. സോ ഇപ്പോൾ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഒരു 1998 2000 ആ കാലഘട്ടത്തിലൊക്കെ ഇവിടെ ചോളം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള കുറേ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ നമുക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. ഇവിടെ വട്ടവടയുടെ ഈ കാണുന്ന സിറ്റിയാണ് കേട്ടോ. ആ കാണുന്ന സിറ്റിയാണ് കൊട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞത്. ഈ കൊട്ടാക്കമ്പൂരിലാണ് ഡ്രീം വാലി റിസോർട്ടും പിന്നെ ഇവിടെ ഉള്ള വേറെ റിസോർട്ടുകളൊക്കെ ഉള്ളത്. ഡ്രീം വാലി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാക്കമ്പൂരാണ് കേട്ടോ. നമ്മൾ കോവിലൂരിൽ നിന്ന് 3 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചിട്ട് വേണം ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ ഭാഗമൊക്കെ അതിൻ്റെ ആ ഭാഗവും അങ്ങോട്ടേക്കൊക്കെ കൊടൈക്കനാലിൻ്റെ ഏരിയാസാണ് കേട്ടോ. ഉണ്ട് അവിടെയൊക്കെ കുറേ പാടി ഫീൽഡ്സ് ആണ് കേട്ടോ. നമ്മൾ നോർമലി കൃഷി ചെയ്യുന്ന പോലത്തെ നമ്മുടെ നോർമൽ ലാൻഡ്സ് അല്ല, അതായത് സ്ട്രെയിറ്റ് ലാൻഡ്സ് അല്ല. ഇവിടെ പാടി ആയിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. അതായത് മല ഇങ്ങനെ വെട്ടി 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 നിർത്തിയിട്ടാണ് അവിടെ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാ അമ്പലം കണ്ടോ, ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു അമ്പലം കാണാം. ഇതാ അവിടെ വേറെ ഒരെണ്ണമുണ്ട്. അവിടെ നിന്നൊക്കെയാണ് ഈ മ്യൂസിക് കേൾക്കുന്നത്. ആ മ്യൂസിക് കേൾക്കുന്നത് ആ ഭാഗത്തു നിന്നൊക്കെയാണ് കേട്ടോ. ഇതാണ് കൊട്ടാക്കമ്പൂർ ടൗണ് വരുന്നത്. ഈ ചെടി നിങ്ങൾക്കറിയാമോ? എൻ്റെ പേരെന്താണ്? ആനവിരട്ടി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഞാൻ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ്. ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആനവിരട്ടി എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ആനകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആനയൊന്നും ഇല്ല, എന്നാലും മൂന്നാറിൽ മിക്കപ്പോഴും കണ്ടുവരുന്നൊരു സാധനമാണ് ആനവിരട്ടി കേട്ടോ. കണ്ടോ, ഇത് മറ്റൊരമ്പലമാണ്. കണ്ടോ കണ്ടോ എന്താ കുട്ടി കുട്ടി അമ്പലങ്ങളാണ് ഇവിടെ ഫുള്ള്. ഇതാ അവിടെ വരണം. പലയിടത്തും പല പല പ്രതിഷ്ഠകളാണ് കേട്ടോ. എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇവിടുത്തെ റേഷൻ കടയുണ്ടോ അത് ഈ കാണുന്ന. അവിടെ തക്കാളി വിൽക്കുന്നുണ്ട്, വെളുത്തുള്ളി വിൽക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഞങ്ങളുടെ അവിടെ 400 രൂപയുണ്ടോ കിലോ വില. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 250 രൂപ എന്നാണ് കിലോയ്ക്ക് അവിടെ വിൽക്കുന്നത്. ഇതൊക്കെ സഫാരി പോകുന്ന ജീപ്പുകളാണ് കേട്ടോ. ഇവിടെ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്ത് തരും. പെർ ജീപ്പ് 2500 3000 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ചിലർ 3500 പറയും. അപ്പോൾ അത്രയും സാധനങ്ങൾ അല്ല, അത്രയും സമയം കൂടുതലെടുത്തിട്ടായിരിക്കും അവർ റേറ്റ് പറയുന്നത് കേട്ടോ. ചിലർ 3 മണിക്കൂർ, ചിലർ 2.5 മണിക്കൂറൊക്കെ ആയിരിക്കും ജീപ്പ് സഫാരി കൊണ്ടുവന്നത്. ആ ടൈപ്പ് ജീപ്പുകളിലൊക്കെയാണ് നമ്മൾ ജീപ്പ് സഫാരി പോകുന്നത്. ഒരു ജീപ്പിൽ 7 പേര് ഒക്കെ ഉണ്ട്. കോർക്കുതിര ഇരിക്കുന്നുണ്ട്. കോർക്കുതിരയാണ്, കോർക്കഴുതിയാണെന്ന് തോന്നുന്നു. ഇത് കോർക്കഴുതിയാണ് കേട്ടോ. ഇവർ ചുമടൊക്കെ വെപ്പിക്കുന്നത് ഇതിൻ്റെ അകത്തായിരിക്കും. സ്നോയി തൊടുന്നുണ്ട് കഴുത കണ്ട കഴിയുമ്പോഴുള്ള സ്നേഹം കണ്ടോ. ഏതോ കോട്ടേജുകളാണ്, IV കോട്ടേജസ് എന്നൊക്കെ പറഞ്ഞിട്ട്. A-ഫ്രെയിമൊക്കെ ആണ്. A-ഫ്രെയിമും ടെൻറ്റും ഒക്കെ ആയിട്ട് ഉണ്ട്. വെളുത്തുള്ളി കൊണ്ടുവരുന്നതാണ്. ഇതാ കാണുന്നതുണ്ടോ സ്ട്രോബെറി തോട്ടങ്ങൾ. ഇതാ കണ്ടോ, നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ വേറൊരു ടൈപ്പ് ഫാം. അതായത് ഇത് കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇവർ. ഒരു യൂണിഫോം ആയിട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. ഇതാ അവിടെ വേറൊരു അമ്പലം. എല്ലാം കുട്ടി കുട്ടി അമ്പലങ്ങളാണ്. ഇതാ അവിടെ വേറെ ഒരെണ്ണം.
എൻ്റെ അടുത്തൊരു കോർക്കുതിരി നിൽപ്പുണ്ട്. അതൊക്കെ മഡ് ഹൗസോ അങ്ങനെ എന്തോ സ്റ്റേ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഉണ്ടോ, ഫുള്ള് വെജിറ്റേഷൻസാണ് കേട്ടോ ഇവിടെ. പല പല പച്ചക്കറികളും പഴങ്ങളും. പിന്നെ ഇവിടെ കണ്ടുവരുന്നത്, ഇവിടെ ഞാൻ ഇവിടത്തെക്കാളും കൂടുതൽ കണ്ടേക്കുന്നത് മറയൂരാണ്. ഈ പാഷൻ ഫ്രൂട്ടും പിന്നെ മരത്തക്കാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട്. മരത്തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ ഫ്രൂട്ട് പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ ഷേപ്പ് വ്യത്യാസമാണ്, കുറച്ച് ടേസ്റ്റും വ്യത്യാസമുണ്ട്. ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതാ നമ്മൾ ഈ വന്ന വഴിക്കാണ് ഈ തോട്ടങ്ങളും ഈ ഫാമും ഒക്കെ കേട്ടോ. അവിടെ സൂര്യകാന്തി എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദൂരെ കാണുന്ന മരം എന്താണെന്നറിയോ സ്നോ? ഇതാ നീളത്തിന് നിൽക്കുന്നു. അതാണ് എല്ലാവർക്കുള്ള സംശയമാണ് യൂക്കാലി മരമാണെന്നത്. പക്ഷെ അത് യൂക്കാലി അല്ല, അതിൻ്റെ പേരാണ് ഗ്രാൻഡിസ്. ആ യൂക്കാലിയുടെ വർഗത്തിൽപ്പെട്ട വേറൊരു മരമാണ്. ആ മരത്തിൻ്റെ തടിയും കൊണ്ടാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയറിനുള്ള വിറകും ഇതൊക്കെ അവർ ചെയ്യുന്നത്. ഇതിലും ഓയിലുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഈ ഭാഗത്തല്ല, നമ്മുടെ റിസോർട്ടിൻ്റെ അപ്പുറം ഭാഗമായിട്ട് ഇവിടെ ഇതിങ്ങനെ ആ കാട് ഇങ്ങനെ പോവും. ആ റിസോർട്ടിൻ്റെ ഭാഗത്ത് തീപിടുത്തമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓയിലിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കും. കത്തി കുറേ നേരം ഇങ്ങനെ നിൽക്കും. നമ്മൾ നോർമൽ തേക്കും അല്ലെങ്കിൽ അതുപോലെ ഉള്ള മരങ്ങൾ കത്തുന്ന പോലെയല്ല, കുറേ നേരം ഇങ്ങനെ കത്തി 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 ഇങ്ങനെ നിൽക്കും. തീ ആളിക്കൊണ്ടിരിക്കും. തീ അണയ്ക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ വന്ന് ഇവിടെ വെള്ളം അണയ്ക്കുമ്പോഴേക്കും എല്ലാം കുറേ കത്തി നശിച്ചിട്ടുണ്ടാവും. ഇവിടെ തീ അണയ്ക്കുന്ന രീതി ഇങ്ങനെ വലിയ കമ്പുണ്ടല്ലോ, വലിയ കമ്പം കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ആണ് അവർ തീ അണയ്ക്കുന്നത്. അല്ലാതെ ഒരു രക്ഷയില്ല. ഫയർഫോഴ്സൊക്കെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ, ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഈ പരിസരത്തേക്കൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ വലിയ പാടല്ലേ. അതുകൊണ്ട് ആ ഒരു രീതിയാണ് ഇവിടുത്തെ ഫോറസ്റ്റുകാരും ഫയർഫോഴ്സുകാരൊക്കെ ചെയ്യുന്നത് തീ പിടിച്ചു കഴിഞ്ഞാൽ. ഇത് നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നുള്ള വഴിയാണ്. ഇവിടെ ഇങ്ങനെ ഇതാണ് ആ പാടി ഫീൽഡുകൾ. ഇവിടെയൊക്കെ ഇങ്ങനെ കൃഷികൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റും ഒക്കെയാണ് തോന്നുന്നു കേട്ടോ. ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല റിസോർട്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗാർഡനും. അതാണ് നമ്മൾ താമസിച്ച റൂം കേട്ടോ, വുഡൻ റൂം. ഇതിൻ്റെ താഴെയുള്ളത് വാലിവി റൂംസാണ്. ഇതൊക്കെ ഡീലക്സ് റൂമിൻ്റെ കോട്ടേജുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതുണ്ടോ, ഇത് ഓറഞ്ചാണ് സ്നോ? ഓറഞ്ചാണല്ലോ, കുട്ടി ഓറഞ്ച്. പുളിയുള്ള ഓറഞ്ചാന്ന് തോന്നല്ലേ. ഇതിൻ്റെ പേര് എന്തായാലും പീച്ച്. പീച്ച് വരാണ് ഈ കാണുന്നത്. ഇതെനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് ഉണ്ടായി കിടക്കുമ്പോൾ ഒരു പിങ്ക് കളർ പോലെ ഇങ്ങനെ വരും. ആ പീച്ച് കളർ. പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു പിങ്കും മഞ്ഞയും ഓറഞ്ചും കൂടെ ആയിട്ടുള്ള ഒരു കളർ ഇങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ അകത്ത് റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. നമുക്ക് അട്ടോടയുടെ വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. റെസ്റ്റോറൻറ്റ് ഉണ്ടോ, ഫുൾ വ്യൂ കിട്ടും കേട്ടോ. അല്ല, ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്, പക്ഷേ നമുക്ക് വ്യൂ ഫുള്ള് കാണാം. അപ്പോൾ നമ്മുടെ ഈ റിസോർട്ടിൽ ബേസിക്കലി 5 കാറ്റഗറി റൂംസാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ബേസിക് കാറ്റഗറി എന്ന് പറയുന്നത് ഡീലക്സ് റൂമാണ്. പിന്നെ വരുന്നത് വാലി വ്യൂ റൂംസ്, പിന്നെ വുഡൻ ഹെറിറ്റേജ് വരുന്നു, പിന്നെ 3 ബെഡ്റൂം കോട്ടേജ്, പിന്നെ ലക്ഷറി ടെൻറ്റ്. അങ്ങനെ 5 കാറ്റഗറി റൂമിലായിട്ടാണ് വരുന്നത്. ഇതാ ആ കാണുന്ന ബ്ലോക്കിലാണ് ഡീലക്സ് റൂമും, പിന്നെ അവിടെ ഒരു വുഡൻ റൂമും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ കിടന്ന ഈ ഒരു ബ്ലോക്കിലാണ് വാലി വ്യൂവും വുഡൻ ഹെറിറ്റേജും വരുന്നത്. ഇത് 3 റൂം വെച്ചിട്ട് 3 ബ്ലോക്കിലായിട്ടാണ് അവിടെ റൂം വരുന്നത്.
മേലെ 3 വുഡൻ ഹെറിറ്റേജ്, താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 വാലി വ്യൂ റൂം, അതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ 3 വാലി വ്യൂ റൂം. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണമെന്നുള്ളൂ, പക്ഷേ വാലി വ്യൂ തന്നെയാണ്. പിന്നെ ഈ കാണുന്നതാണ് 3 ബെഡ്റൂം കോട്ടേജ്. അതായത് നിങ്ങൾ 3 വലിയ ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ 3 കപ്പിൾസോ അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂം ചൂസ് ചെയ്യാം. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 റൂം, അതിന് 3 റൂമിനും ബാൽക്കണിയും പിന്നെ ഒരു ഹോളും എല്ലാം കൂടെ ആയിട്ട് നല്ല വലിയ റൂമാണ് കേട്ടോ അത്. അപ്പോൾ 3 റൂമിനും വലിയ ബാൽക്കണിയാണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ഇതാ ഈ കാണുന്നത്. ഇത് ലക്ഷറി ടെൻ്റാണ്. ഇവിടുത്തെ ഏറ്റവും റേറ്റ് കൂടിയ കാറ്റഗറിയാണ് ഈ ലക്ഷറി ടെൻ്റ് എന്ന് പറയുന്നത്. കാര്യം കാണുമ്പോൾ നമുക്ക് ഇത്ര ഉള്ളതുണ്ടോ എന്നൊക്കെ ഓർക്കും, പക്ഷേ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് ഏറ്റവും കൂടിയ റേറ്റ്, അതായത് റൂം വൈസിൽ ഏറ്റവും കൂടിയ റേറ്റ് ഇതിനാണ് വരുന്നത്. നമ്മൾ ഈ ഒരു കാറ്റഗറിയൊക്കെ 20,000 ആ റേഞ്ചിലൊക്കെയാണ് 3 കപ്പിൾസിനൊക്കെ ആയിട്ട് കൊടുക്കുന്നത് 1 നൈറ്റ്. പിന്നെ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളുള്ള ഇപ്പോഴത്തെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി 2025 ഈ ഒരു സമയത്ത് ഇവിടെ 3-4 റിസോർട്ടുകളുള്ളൂ പൂളുള്ളത്. അതിൽ ബേസിക് ആയത് നമുക്ക് റേറ്റ് കുറഞ്ഞൊരു കാറ്റഗറി, റേറ്റ് കുറഞ്ഞൊരു റിസോർട്ടാണ് ഈ ഡ്രീം വാലി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കുറച്ചും കൂടെ ഒന്നെങ്കിൽ ഈ റേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള റേറ്റാണ് വരുന്നത്. 1000 കൂടുതലുള്ള റേറ്റുകളാണ് അത് വരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡ്രീം വാലിയാണ്. കാര്യം ഈ വ്യൂ അങ്ങനെ എല്ലാ റിസോർട്ടിനും കിട്ടത്തില്ല. കാര്യം 360 ഡിഗ്രി വ്യൂ ആണ്. എവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വ്യൂ ആണ്. ഇതാണ്ട് ആ ഭാഗം മറിയതിൻ്റെ ആ വ്യൂ കിട്ടും. അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടൈക്കനാൽ, പിന്നെ ഇതാ കാണുന്നതൊക്കെ ടോപ്പ് സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നു, വട്ടവട അങ്ങോട്ടേക്കുള്ള വ്യൂ ആണ് ആ കാണുന്നത്. അപ്പോൾ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും വ്യൂവും കാര്യങ്ങളുണ്ട്. ഇതാ ഇപ്പോൾ പിന്നെ ഉള്ളതാണ് ഇതാ ഇവിടുത്തെ കിഡ്സ് പാർക്ക്. ഇതാ കാണുന്നുണ്ടോ, കിഡ്സ് പാർക്കും ഒരു ഊഞ്ഞാലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആയിരുന്നു ക്യാമ്പ് ഫയർ എന്നുള്ളത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ജീപ്പ് സഫാരി ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്. ഇൻഡോർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഗെയിംസൊക്കെ ഉള്ളൂ, ക്യാരം ബോർഡും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. ക്യാരം ബോർഡ്, ചെസ്സ്, അതുപോലത്തെ ചെറിയ ചെറിയ ഇൻഡോർ ഗെയിംസേ ഉള്ളൂ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പൂളും പിന്നെ ഈ വ്യൂ ആണ്. പിന്നെ നല്ല തണുപ്പുള്ള ഏരിയ ആണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് ആ യൂക്കാലിയ ഗ്ലാംസ് എന്നൊക്കെ പറഞ്ഞത് ഇതാ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്, അങ്ങ് താഴെയായിട്ടാണ് വരുന്നത്. ഇത് കുറച്ചും കൂടെ മേലെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തണുപ്പും കൂടെ കൂടിയും വരും. നിങ്ങൾക്ക് ഈ 3 ബെഡ്റൂം കോട്ടേജൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടിപ്പുറയാണ് പൂള്. ഇത് അവിടെ ബാൽക്കണിയൊക്കെ പിന്നെയും വലുതാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ കുഞ്ഞു ബാൽക്കണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വലിയ ബാൽക്കണി ആക്കിയിട്ടുണ്ട് ആ 3 ബെഡ്റൂം കോട്ടേജിൻ്റെ സൈഡിലായിട്ട്. നമ്മുടെ ആ ബ്ലോക്ക് വരുന്ന വുഡൻ റൂമിൻ്റെ ഇത് ഫുള്ള് വുഡ് ഫർണിഷിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കാറ്റഗറി വാലി വ്യൂ റൂമാണ്. വാലി വ്യൂ റൂം വരുന്നത് ഈ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലും പിന്നെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് വരുന്നത്. ഇതാ ഇതിലൂടെ ഇറങ്ങി പോകുമ്പോഴാണ് ഈ കാറ്റഗറി ഉള്ളത്. സോ ഇതാണ് വാലി വ്യൂ റൂം വരുന്നത് കേട്ടോ. സോ ഇതാണ് വാലി വ്യൂ റൂം വരുന്നത്. വാലി റൂമിന് ഇതാ ഇവിടെ ഒരു അലമാരയുണ്ട്, ഒരു ഡ്രോയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കിങ് സൈസ് ബെഡാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ഇതാണ് ബാത്റൂമിൽ മെയിനായിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട്, പിന്നെ കിറ്റ്സ് വെച്ചിട്ടുണ്ട്, കണ്ടീഷണറും ഷാമ്പുവും സോപ്പും ഡെൻ്റൽ കിറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരും. കണ്ടോ, ഷവറിൽ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്, ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണി ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഇരുന്നിങ്ങനെ നമുക്ക് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. നമ്മളെ റൂം കാണിച്ചു തരുന്നത് ജോണാണ്. നമ്മുടെ റിസർവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ജോൺ തന്നെയാണ്. നമുക്ക് ഇവിടെ ബുക്കിംഗ് വരുമ്പോൾ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് ജോണിനെയാണ്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൾ. വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂംസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റൂം കാണിക്കാൻ പോകുന്നത് ജോണാണ്. ജോണിൻ്റെ വീട് എവിടെയാണ്? ദേവികുളം. ഓക്കെ. എത്ര നാളായി ഇവിടെ? വന്നിട്ട് ഇപ്പോൾ ഒരു 3 months ആയി. 3 months ആയല്ലേ? ഓക്കെ.
അപ്പോൾ നമ്മൾ മിലിറ്ററി ടെൻറ്റ് കാണാൻ വേണ്ടി പോവാം. ഇതാണ് ടെൻറ്റ് ഫ്രണ്ട് വരുന്നത്. ഇതാണ് മിലിറ്ററി ടെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ചേഞ്ചിങ് റൂമുണ്ട്. ഇവിടെയും ഒരു ടീപ്പോയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ടീ കോഫി മേക്കർ, ഒരു ചെറിയ ഫാനുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. ഫുള്ളി നല്ല പ്രീമിയം ടെൻ്റാണ്. ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ. ടോയ്ലറ്റ് വരുന്നത് ഇതൊക്കെ ടൈലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ടൈലിട്ടിട്ട് ബാക്കി ടെൻ്റാണ് വരുന്നത്. ഇവിടെ ഹീറ്ററുണ്ട്, ഒരു മിററുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്, അതിൻ്റെ ചുറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. കൊമോഡ് ഇവിടെ തന്നെയുണ്ട്, ഹീറ്ററൊക്കെ ഉണ്ട്. ഷവർ ഏരിയ ചെറുതായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുന്നതല്ല, ജസ്റ്റ് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയൊരു സ്ഥലത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ വലിച്ച് സിബ് ഇട്ടെടുക്കുന്നു. പിന്നെ ഡോറും ഉണ്ട് കേട്ടോ. ഒരു ശരിക്കൊരു മിലിറ്ററി ടെൻ്റ് തന്നെ അല്ലേ? ഏതാണ് താടിക്കാരൻ? ഓക്കെ ഓക്കെ. ആ ഹാ ഹാ ആ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഹാ ഹാ അവരിവിടെയാണ് സ്റ്റേ ചെയ്ത് ഇതില്ലേ? ഓക്കെ ഓക്കെ. താടിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ ആളും വൈഫൊക്കെ വന്ന് സ്റ്റേ ചെയ്തൊരു റൂം കൂടെയാണത്. ഇവിടെ നിന്നിട്ട് നല്ല നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലൊരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്, ചെയർ ടീപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് റിലാക്സ് ചെയ്തിരിക്കാം. പിന്നെ അവിടെ 3 ടെൻ്റാണോ അവിടെ ഉള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. സ്റ്റെയർ കേസ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ നമ്മളിനി കാണാൻ പോകുന്നത് ഡീലക്സ് റൂമാണ്. നേരത്തെ പറഞ്ഞ പൂളിനോടുള്ള അടുത്തുള്ള റൂമാണ് കേട്ടോ. ഉണ്ടോ? ഇങ്ങോട്ടേക്ക് കയറി ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കാണുന്നതാണ് പൂള്. ഇതാണ് ഡീലക്സ് റൂമിൻ്റെ ഒരു റൂം വരുന്നത്. ഇത് ഒരു ഡീലക്സ് റൂമാണ്. സെയിം തന്നെ കിങ് സൈസ് ബെഡ്, ടി വി, ടീ കോഫി മേക്കർ, മിനറൽ വാട്ടറെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ്. എല്ലാ റൂമിലും വാർഡ്രോബ് അവൈലബിൾ ആണ് കേട്ടോ. ഇൻ്റർകോമും പിന്നെ മെനു കാർഡൊക്കെ അവിടെ ഉണ്ട്. ഇതൊരു മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം വരുന്നത്. ബേസിക് വാഷ്റൂം നമ്മൾ കണ്ടെടുത്തെല്ലാം സെയിം തന്നെ വലുപ്പമാണുള്ളത്. ഇവിടെ ടോയ്ലറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഹീറ്ററൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ റൂമിലും ഹീറ്ററുണ്ട്. ഇതാണ് ഇവിടുത്തെ ബേസിക് റൂം വരുന്നത്. ഇവിടെയും ഉണ്ട്, പിന്നെ 2 റൂം താഴെയുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ്. പാർഷ്യൽ വാലി വ്യൂ ആയിരിക്കും. തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ വ്യൂ കിട്ടും. പക്ഷേ കുറച്ചും കൂടെ നമുക്ക് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ വാലി വ്യൂ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇതാണ് സ്റ്റാർട്ടിങ് കാറ്റഗറി ഇവിടുത്തെ. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഏകദേശം 4000 അടുത്തുണ്ട്. കറക്റ്റ് റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഈ റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. എന്തൊക്കെയാണ് ഇവിടുത്തെ അമ്യൂണിറ്റീസ് ഉള്ളത്, എങ്ങനെയാണ് ഇവിടുത്തെ വെതർ കണ്ടീഷൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. 3 ബെഡ്റൂം കോട്ടേജും കൂടെ ഉണ്ട് നമുക്കിനി എടുക്കാൻ വേണ്ടി. പക്ഷേ അവിടെ ഗസ്റ്റ് ചെക്കൗട്ട് ആയിട്ടില്ല. സോ നമുക്കിപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ബാൽക്കണിയാണ് ആ കാണുന്നത്. നല്ല വലിയ ബാൽക്കണിയാണ് കേട്ടോ. അല്ലാതെ തന്നെ റൂമിൽ നിന്നുള്ള ബാൽക്കണി ഉണ്ട്. ഏതാണ്ട് വാലി വ്യൂ റൂമിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് ഇത്. കുറച്ചും കൂടെ റൂമിന് വലിപ്പം കൂടുതലുണ്ട്. വലിയ കിങ് സൈസ് ബെഡാണ്. സെയിം തന്നെയാണ്. നമുക്കിന്ന് എടുക്കാൻ പറ്റുമോയെന്നറിയില്ല. ഇതാണ് നമ്മുടെ 3 ബെഡ്റൂം കോട്ടേജ് വരുന്നത് കാണുന്നത്. അപ്പോൾ നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്, ഫോട്ടോസ് നമ്മൾ അയച്ചു തരാം. ഇതേപോലെ തന്നെ ബാൽക്കണി എല്ലാ റൂമിനും ഉണ്ട് കേട്ടോ.
റൂമിൻ്റെ ബാൽക്കണി ഉണ്ട്. ഇതാണ് കേട്ടോ 3 ബെഡ്റൂം കോട്ടേജിൻ്റെ എൻട്രൻസ് വരുന്നതാണിത്. എൻ്റെ ഫ്രണ്ടിൽ ഇതിൽ കയറിയിട്ട് വേണം 3 റൂമിലേക്കും പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇതിൻ്റെ അകത്തല്ലാതെ വേറൊരു സിംഗിൾ ബെഡ്റൂം കോട്ടേജ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ സെയിൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗസ്റ്റിങ്ങിനെ പരിചയപ്പെട്ടായിരുന്നു ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത്. അവരൊരു ഗ്രൂപ്പായിട്ട് വന്നിരുന്നു, ഫാമിലി ഗ്രൂപ്പായിട്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഓ പറഞ്ഞോ. ഓക്കെ ഓക്കെ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കാക്കനാടാണല്ലേ. ഓക്കെ ഓക്കെ. ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രീം വാലി? അടിപൊളിയാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രീം വാലി ടോട്ടലി? അടിപൊളിയായിരുന്നു. ഓക്കെ. പിന്നെ എങ്ങനെ ആംബിയൻസ്? വട്ടോട ആദ്യമായിട്ടാണോ വരുന്നത്? മുന്നേ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഡ്രീം വാലിയിൽ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട്? ഇപ്പോൾ പൂളൊക്കെ ഉപയോഗിച്ചല്ലോ അല്ലേ? ഓക്കെ. ഫുഡും കാര്യങ്ങളെല്ലാം ഓക്കെ ഓക്കെ. പിന്നെ ക്യാമ്പ് ഫയർ ഒക്കെ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. അത് നമുക്ക് എന്തായാലും പറയാം, ഫീഡ്ബാക്കിൽ നമുക്ക് എന്തായാലും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ട്രാവൽ ഡെസ്റ്റിനി എന്നാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റിസോർട്ടിൻ്റെ ബുക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾ പോയി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കോൾ ചെയ്ത് റിസോർട്ടിലേക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് താഴ്ന്നായിരിക്കും നമ്മുടെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ട്രാവൽ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ കോൾ ചെയ്തിട്ടോ നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ റിസോർട്ടുകളുമാണ് ചെയ്യുന്നത്. നോർമലി മൂന്നാർ, തേക്കടി, വയനാട്, ആലപ്പുഴ, കുമരകം, ഊട്ടി, കൊടൈക്കനാൽ, കൂർഗ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ട്രാവൽ പേജിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമ്മൾ വീക്കിലി നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് ഓരോ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ താങ്ക് യു. വീണ്ടും വരിക. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡ്രീം വാലിയിലേക്കും ഇനിയും വരാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ. അതാണ് മെയിൻ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. ജോണാണ് നമുക്കിന്ന് റൂംസ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ താങ്ക് യു സോ മച്ച് എല്ലാ ഹെൽപ്പിനും. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഗസ്റ്റിനെ കെയർ ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ വിശ്വാസത്തിലാണ് നമ്മൾ ഗസ്റ്റ് വരുന്നത്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടവർ അവർ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അവർ പോകാൻ വേണ്ടി പോകണ്ടോ? ഇന്ന് പോവും. ഇത് നമ്മുടെ മാരിയനാണ്. ഞാൻ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്തുകൊണ്ടിരുന്നത്. ആൾ ഓൾ ഇൻ ഓളാണ് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഫുള്ള് കൈകാര്യങ്ങൾ ചെയ്യുന്നത് മാരിയനാണ്. ഇവിടുത്തെ ഗാർഡനും ബാക്കി പുറം ജോലികളെല്ലാം നോക്കുന്നത് മാരിയൻ്റെ കൺട്രോളിലാണ്. ഡ്രീം വാലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ വന്നേക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ അസ്ന ആദ്യമായിട്ടാണ്. അസ്ന നല്ല എക്സൈറ്റഡ് ആയിരുന്നു. സോ വട്ടോടെ വരുന്നവർ നിങ്ങൾക്ക് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, പൂളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ ചൂസ് ചെയ്യാവുന്നതാണ്. സോ വട്ടവടയും ഡ്രീം വാലിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യയിലെ ഏത് റിസോർട്ട് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ടൂർ പാക്കേജിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ സംബന്ധിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം, നോർമൽ കോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾ കോൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചില സമയം നമ്മൾ ട്രാവലിങ്ങിലായിരിക്കുമ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത്. നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നോക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നോക്കുന്നതാണ്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ റൂം ബുക്കിങ്ങിനുള്ളതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. സോ എന്താവശ്യത്തിനുണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ്, വ്യൂസ് കൂടുതലാണ് നമ്മുടെ വീഡിയോസിന്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറവാണ്. നിങ്ങളാണ് ഈ ചാനലിൻ്റെ വിജയം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. റിസോർട്ട് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ റിലാക്സേഷന് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല സർവീസ് കൊടുക്കുന്ന കുറച്ച് പ്രീമിയം റിസോർട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള റിസോർട്ടുകളൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇന്നലെ പോയതൊക്കെ നല്ല
ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടായിരുന്നു. അതൊക്കെ റേറ്റ് കുറഞ്ഞാണെന്നുണ്ടെങ്കിലും നമുക്ക് സർവീസും കാര്യങ്ങളും എല്ലാം കൂടുതലാണ്. അങ്ങനെയുള്ള സ്റ്റേസ് എടുക്കാൻ നോക്കുക. ചിലത് റേറ്റ് കുറവായിരിക്കും, പക്ഷേ സർവീസ് ഭയങ്കര മോശമായിരിക്കും. അങ്ങനെയുള്ള റിസോർട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, നമ്മൾ മാർക്കറ്റ് ചെയ്യാറുമില്ല. സോ ഞങ്ങൾ ഇന്നലെയും വേറൊരു റിസോർട്ടും കൂടെ വട്ടവടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൂള് വേണ്ട സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് പൂള് ഉള്ള സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്രീം വാലിയിലേക്ക് വരിക. ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക, സർവീസ് കാര്യങ്ങളും റൂംസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. വൺസ് ഇൻ എ ലൈഫ് ടൈം നിങ്ങളിവിടെ വന്നിരിക്കണം, വട്ടവടയിൽ വന്നിരിക്കണം. വന്നിട്ട് സ്റ്റേ ചെയ്യാതെ പോകരുത്. സ്റ്റേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർത്തായിരിക്കും, നിങ്ങൾക്ക് കൊടുക്കുന്ന ക്യാഷിന് വർത്തായിരിക്കും. സോ വട്ടവട വരുന്നവർ നിങ്ങൾ പ്രീമിയം സ്റ്റേ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേ ചൂസ് ചെയ്യുക, ഡ്രീം വാലി ചൂസ് ചെയ്യുക. ഇനി ഇത് ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും സജസ്റ്റ് ചെയ്യാം, വേറെയും റിസോർട്ടുകളുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡ്രീം വാലി തന്നെയായിരിക്കും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യൂവും കാര്യങ്ങളും സർവീസും പിന്നെ പൂളും ആണെന്നുണ്ടെങ്കിലും റൂംസ് ആണെങ്കിലും ഫുഡാണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഡ്രീം വാലി തന്നെയാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും വരാൻ നോക്കുക. നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ ആൻഡ് അസ്നാൻ സൈനിങ് ഓഫ് ഫ്രം ദ ട്രാവൽ ഡെസ്റ്റിനി. നമ്മൾ നോർമലി കോവിലൂരിൽ നിന്ന് അല്ലെങ്കിൽ വട്ടവടയിൽ നിന്ന് വരുമ്പോൾ ഡ്രീം വാലിയിൽ നിന്ന് വരുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് ഇങ്ങനെ വന്ന് കോട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞാൽ ആ സിറ്റി എത്തുന്നതിന് മുന്നേ ഇങ്ങോട്ടേക്കൊരു ഡീവിയേഷൻ കാണും, ഇങ്ങനെ വളഞ്ഞൊരു ഡീവിയേഷൻ കാണും. ഇതാ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വഴി തെറ്റാതിരിക്കുക. പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് കറക്റ്റ് നമ്മളെ കൊണ്ടു വിടും. എങ്ങാനും ലൊക്കേഷൻ എങ്ങാനും കട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നെറ്റ് കട്ടായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നെറ്റ്വർക്ക് ഉള്ളത് ജിയോയ്ക്കും BSNL മാത്രമാണ്. പിന്നെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ ഉണ്ട്. സോ ഇത് എല്ലാവരും കരുതി വെച്ചേക്കുക. കൂടെ ഉള്ളവരുടെ ആരും കയ്യിൽ ജിയോയോ BSNL ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ പാമ്പാടിഞ്ചോളം നാഷണൽ പാർക്കിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കണ്ടു. 6 മണിക്ക് മുന്നേ തന്നെ എൻട്രി ചെയ്യാൻ നോക്കുക. ഇനി 6 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 7, 8, 9 മണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. ബുക്കിംഗ് വൗച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കയറ്റി വിടും, ചിലപ്പോൾ കയറ്റി വിടാറില്ല. സോ 6 മണിക്ക് മുന്നേ തന്നെ ഇങ്ങോട്ട് കയറാൻ നോക്കുക. പിന്നെ 6 മണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് പോകാൻ പറ്റത്തില്ല, അവരത് സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തിരിക്കണം, തിരിച്ച് പുറത്തേക്ക് വിടത്തില്ല. അത് എല്ലാവരും ശ്രദ്ധിക്കുക. സോ കറക്റ്റ് 6 മണിക്ക് മുന്നേ തന്നെ വരാൻ നോക്കുക. ഇനി അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ പറയാൻ മറന്നുപോയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക.